Audio Jungle. Audio Jungle. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അവിയൽ എങ്ങനെ കുക്കറിൽ കഷ്ണങ്ങളൊന്നും വെന്തുടയാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പച്ചക്കറികളെല്ലാം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, അതുപോലെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 പയർ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 2 മുരിങ്ങക്കായ കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കർ അടച്ച് വെക്കാം. അപ്പോൾ കറക്റ്റ് ഒരു വിസിൽ വന്നാൽ മതി. മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ വിസിൽ വന്ന ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കുക്കറിലെ ആവിയൊക്കെ ഒന്ന് കളയുക, അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ഓവറായിട്ട് കുക്കായി വെന്തുടയാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടില്ല. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കർ വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പച്ചക്കറിയെല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഉടഞ്ഞു പോവുകയോ അടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അഥവാ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിലൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകമാണോ നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഒട്ടും ഉടയാതെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.